അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ എറണാകുളത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായതോടുകൂടി മൂന്ന് മുന്നണികളും ആക്റ്റീവായിട്ട് രംഗത്തിറങ്ങും. കെ എസ് രാധാകൃഷ്ണനാണ് സ്ഥാനാർത്ഥിയായി NDA പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ വലിയ രീതിയിൽ വോട്ട് നേടിയ ആളാണ് കെ എസ് രാധാകൃഷ്ണൻ. അപ്പോൾ എറണാകുളം UDFന്റെ ഉരുക്കുകോട്ടയാണ് എന്ന് വിശ്വസിക്കേണ്ടതില്ല എന്നാണ് കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വലിയ ആവേശത്തിലാണോ മൂന്ന് മുന്നണികളും? പ്രചരണം ശക്തമാക്കുകയാണോ അർജുൻ മട്ടന്നൂർ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് എറണാകുളം മണ്ഡലത്തിലും ഇനി തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവുകയാണ്. ഇതുവരെ NDAയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന ആകാംക്ഷയായിരുന്നു ഇവിടെയുള്ള പ്രവർത്തകർക്കടക്കം. മിക്ക ചുമരുകളും ആ പേരിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മറ്റ് രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ബഹുദൂരം പ്രചരണത്തിൽ മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ആരായിരിക്കുമെന്ന സ്ഥാനാർത്ഥി എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ അനിൽ ആന്റണിയുടെ പേര് പറഞ്ഞു. അദ്ദേഹം പക്ഷേ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി. പിന്നീട് മേജർ രവി അടക്കമുള്ള ആളുകളുടെ പേര് പറഞ്ഞു. ഏതെങ്കിലും അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എറണാകുളത്ത് ഉണ്ടാകും എന്നൊരു അഭ്യൂഹവും ഉണ്ടായിരുന്നു. പക്ഷേ ഈ അഭ്യൂഹങ്ങൾക്കൊക്കെ തന്നെ വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഡോക്ടർ KS രാധാകൃഷ്ണൻ എറണാകുളത്തെ സ്ഥാനാർത്ഥിയാകും. നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിലും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിലും ഒക്കെ തന്നെ മത്സരിച്ച് കരുത്ത് തെളിയിച്ചിട്ടുണ്ട് KS രാധാകൃഷ്ണൻ. മാത്രവുമല്ല ഈ മണ്ഡലംകാരൻ കൂടിയാണ്. ഈ വ്യക്തിബന്ധങ്ങൾ നിരവധിയുണ്ട്. ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന് പോസിറ്റീവായി ഉള്ള ഒരു ഘടകമായി BJP പ്രവർത്തകരും മറ്റും കാണുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണ 1,30,000-ലേറെ വോട്ടുകൾ സമാഹരിച്ച BJPക്ക് ഇത്തവണ ആ വോട്ട് വിഹിതം കൂട്ടാൻ കഴിയുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്. എന്തായാലും ഇന്ന് മുതൽ തന്നെ പ്രചാരണം സജീവമാകും. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതനുസരിച്ച് ഇന്ന് എറണാകുളം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം വയനാട്ടിൽ അദ്ദേഹവും നേരത്തെ മേജറുടെ പേരും എറണാകുളത്തേക്ക് പരിഗണിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു സസ്പെൻസ് പോലെ KS രാധാകൃഷ്ണൻ അങ്ങനെ എറണാകുളത്തേക്ക് മത്സരിക്കാൻ വരുന്നു.